വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. അടഞ്ഞിരുന്ന തൊണ്ട തുറന്നെങ്കിലും തുറന്നിരുന്ന മൂക്ക് അടഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ സൗണ്ട് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2 ആഴ്ചയായിട്ടുണ്ടാവും. ഈ വീഡിയോ ഇന്നലെ റെഡിയായിരുന്നെങ്കിലും ഇന്നലെ എനിക്ക് തൊണ്ടയിൽ നിന്ന് ഒച്ചയെ വരുന്നുണ്ടായിരുന്നില്ല. സോ എനിക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ദിസ് ഇസ് December 30th. ഇന്നാണ് നമ്മുടെ സ്കൂള് തുറക്കുന്നത്. 3-ാം തീയതി തുറക്കാനിരുന്നാൽ ദാറ്റ് ഈസ് എ ഫ്രൈഡേ. 6th ആണെങ്കിൽ ഒരു 16 days അടുപ്പിച്ച് ക്രിസ്മസ് ലീവ് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് വി ഡിസൈഡഡ് ടു റീഓപ്പൺ ഓൺ 30th. രാവിലെ എന്നെ തന്നെ അലാമിനൊപ്പം എണീപ്പിക്കാനായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇത്രയും നാളും 10-11 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടല്ലോ. അലാം ഒരു 6:45 വെച്ചിട്ട് എണീറ്റപ്പോഴത്തേക്ക് ഐ വാസ് ഫീലിംഗ് വെരി എന്താ പറയുന്നത്, നല്ല ഉറക്കം തീരുന്നേ ഉണ്ടായിരുന്നില്ല. വെക്കേഷന് ഫുൾ ഉറങ്ങിയെങ്കിലും ഉറക്കം തീരുന്നില്ല. അങ്ങനെ എന്തായാലും രാവിലെ നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു റുട്ടീൻ പിടിച്ചു വരാനായിട്ട് ഒരു 2-3 ദിവസം എടുക്കും. 30th 31st കൊണ്ട് അതങ്ങോട്ട് ശരിയാക്കി കഴിയുമ്പോഴത്തേക്ക് 1 and 2 നമ്മൾ ഹോളിഡേ കൊടുക്കുന്നുണ്ട്. 2 is എ പബ്ലിക് ഹോളിഡേ. ന്യൂ ഇയർ ആയതുകൊണ്ട് ഫസ്റ്റിനും വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴേക്ക് വീണ്ടും ഐ വിൽ ബി ബാക്ക് ടു ദ വെക്കേഷൻ മോഡ്. അപ്പോൾ പിന്നെ ഇത് റെഡി ആകാനായിട്ട് വീണ്ടും ദിവസങ്ങൾ വേണ്ടി വരും. പിന്നെ 3rd ഒരു ദിവസമേ ഉള്ളൂ, ഫ്രൈഡേ. എനിവേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. മടി പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡേ ആണിന്ന്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ചെയ്താൽ മതി. ലഞ്ചൊക്കെ നമ്മൾ ഡീഫോർട്ട് എന്നാണ്. ഫെർണാണ്ടസ് ഫാമിലി മീറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് മമ്മീസ് സൈഡ് ഓഫ് ഫാമിലി, ആലൻ്റെ അമ്മയുടെ സൈഡ് ഓഫ് ഫാമിലി. ആലൻ്റെ കസിൻ മാലിൻ്റെ 25th വെഡ്ഡിങ് ആനിവേഴ്സറി ആണിന്ന്. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുവാണെന്ന്. അല്ല, അത് അവർ സെലിബ്രേറ്റ് ചെയ്യാണ് ആൻഡ് വി ആർ ഗോയിങ് ടു ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. ഗ്രീൻ പീസിൽ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഞാൻ കുക്കറിൽ ഗ്യാസിലേക്ക് വെച്ചത്. ഇതിനി ഒരു ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മതിയാവും. പിന്നെ ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിക്കണം. അപ്പോൾ അത്രയും മതി അത്. ഇനി പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആട്ടപ്പൊടിയും മൈദയും കൂടെ എടുക്കുന്നുണ്ട്. മൈദയുടെ ക്വാണ്ടിറ്റി കൂടുതലും ആട്ടമാവ് കുറവും. പൂരി നല്ല വെളുത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഷോർട്സ് കണ്ടിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങളും അറിഞ്ഞു കാണും. നമുക്ക് യൂട്യൂബ് പേയ്മെൻറ്റ് വന്നിരുന്നു. 27th വന്നത്. 8,870 രൂപയാണ് എനിക്ക് അക്കൗണ്ടിലേക്ക് വന്നത്. $106 ആയിരുന്നു. മൈനസ് ടാക്സസ് 105 സംതിങ് ആണ്, .something ആണ് എനിക്ക് കിട്ടിയത്. അതിനെക്കുറിച്ച് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് അതിനകത്ത് എന്തോ പറയാനുള്ളപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. യൂട്യൂബ് ഇൻകം വന്നു, യൂട്യൂബ് ജേർണി പറയണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ $100 എനിക്ക് YT സ്റ്റുഡിയോയിൽ ഏൺ ടാബിലായപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ പേയ്മെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ പേയ്മെൻറ്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ യൂട്യൂബ് ഗുരുക്കന്മാരാകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കതിൽ തീരെ താല്പര്യമില്ല. ചിലരിങ്ങനെ നല്ല ട്രാവൽ വ്ളോഗൊക്കെ തുടങ്ങും. പിന്നെ ഇത് ഫുഡ് വ്ളോഗ് ഉണ്ടാവും, ഫാമിലി വ്ളോഗ്സ് ഉണ്ടാവും, ഇതുപോലെ കിച്ചൺ വീഡിയോസ് തന്നെ ഉണ്ടാവും. പക്ഷേ പേയ്മെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു വീഡിയോ വരും, യൂട്യൂബ് പേയ്മെൻറ്റ് കിട്ടിയെന്നും പറഞ്ഞിട്ട് യൂട്യൂബ് ജേർണി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫാർ സോ ഗുഡ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതി. YT സ്റ്റുഡിയോ തുറന്നാൽ YT സ്റ്റുഡിയോയിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വ്യൂസ് കുറയും. യൂട്യൂബ് ചതിക്കാൻ പോകുന്നു, യൂട്യൂബ് പൂട്ടാൻ പോകുന്നു, നിങ്ങളുടെ ചാനൽ ഉടനെ ഡിലീറ്റ് ആവും, ഇത് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെയും ഗതി മാറ്റി ഒരു യൂട്യൂബ് ഗുരു ആവാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് കിട്ടിയെന്നും പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നത് അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമല്ല. ഒരു Q&A വീഡിയോ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതും എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞാൽ ഇനി ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് ഇഫ് യു ഹാവിങ് എൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ ദ നെറ്റേഴ്സ് എന്ന് പറഞ്ഞ തന്നെ നമ്മുടെ പേജുണ്ട്. അതിലെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു 2-3 പേര് എനിക്ക് അതിൽ മെസ്സേജ് അയച്ച് ഓരോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ അവരുടെ ഡൗട്ട്സും പറഞ്ഞു കൊടുത്തു. ആ ഓരോ ഡൗട്ടിനെയും ഓരോ വീഡിയോ ആക്കി ഈ ചാനലിൻ്റെ ഗതി തിരിച്ചു വിടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ പേയ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അണാപ്പായി വിടാതെ കൃത്യമായിട്ട് ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് വെന്തു. അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കുറച്ചും കൂടി ഇരിപ്പുണ്ട്. അത് നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണം. അതുകൊണ്ട് അത് കുറച്ച് മാറ്റിയിട്ട് ഒരു 2-3 ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തു. പച്ചമുളക് തീർന്നിരിക്കുകയാണ്. ആകെ ഈ ഉടന്തൽ മുളക് മാത്രമേ ഇരിപ്പുള്ളൂ. ഈ മുളകിനാണെങ്കിൽ ആവശ്യത്തിലധികം എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇതിൽ ചീകിയെടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ വെന്ത ഗ്രീൻ പീസിൻ്റെ കൂടെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് ഞാൻ ഗ്രീൻ പീസ് കറിയായിട്ടല്ല, ഒരു കുറുമ പോലെയാണ് വെക്കുന്നത്. പുതിയ മിക്സി കിട്ടിയ പിന്നെ തേങ്ങ അരയ്ക്കാനൊക്കെ ഇത്തിരി ഉത്സാഹം കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ മുളക് പൊടി ലേശം മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ കളർ ഫുള്ളി ചേഞ്ച് ആവണമെന്ന് എനിക്കില്ലാത്തതുകൊണ്ട് ഒരു ലേശം മുളക് പൊടി, ചിക്കൻ മസാലയും കൂടെ ഒരു നുള്ളി ഇട്ടിട്ടുണ്ട്.
ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത് താഴത്തെ റൂമിലിരുന്നിട്ടാണ്. ഇതിൻ്റെ വിൻഡോയുടെ സൈഡിൽ തന്നെ ഒരു 2 കാക്കകളിരുന്ന് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ ഓടിച്ചു വിടും, കുറച്ച് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ 2 പേരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കോണിലിരുന്നിട്ട് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് തോന്നുന്നു കാഴ്ചയിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ട് ഈ വീഡിയോയുടെ ഓഡിയോയിൽ. എന്നിട്ട് ഞാൻ കുഴച്ച് വെച്ചിരുന്ന ബൂരിയുടെ മാവ് കുറച്ച് എണ്ണ തേച്ച് പരത്തിയെടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഞാൻ പരത്തി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിനായിട്ട് നിൽക്കത്തില്ല. എന്നിട്ട് അവിടെ അങ്ങ് ഒതുക്കിയിട്ട് തേങ്ങ അരച്ചെടുക്കാം കുറുമയ്ക്കായിട്ട്. ചെറിയ ജാറിൽ അരച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ? നമ്മൾ ആ വലിയൊരു ഒറ്റ മീഡിയം ജാർ തന്നെയല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യത്തിന് തേങ്ങ എടുത്ത് കുറച്ച് കശകശ ആ കുരുകുരു പോലത്തെ സാധനം ഒരു 2 സ്പൂണിട്ട് 2 ഏലക്കായിട്ട് ഒരു കഷ്ണം പട്ടയിട്ട് 3 ഗ്രാമ്പും കൂടി ഇട്ടു. ഇനി ഇത് അല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം, പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി, തേച്ച് കൊടുത്താൽ മതി. കറി ഞാൻ താളിക്കുന്നില്ല കേട്ടോ, പുറത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുന്നതേ ഉള്ളൂ. അത് നല്ല നേർപ്പിച്ചരച്ചിട്ട് അത് ഈ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. വെള്ളം നോക്കിയിട്ട് ചേർത്താൽ മതി, ഒരുപാട് നീണ്ടു പോയാലും കൊള്ളത്തില്ല. ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ കശകശ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത് കുറുകി ഇരിക്കും അത്യാവശ്യം. പിന്നെ വെള്ളം ആഡ് ചെയ്യാതിരുന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ സ്പൂൺ നെയ്യിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ കുറുമ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങോട്ട് അടച്ചു വയ്ക്കാം. ഞാൻ 2 ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു FBയിൽ ഒരു പോസ്റ്റ് കണ്ടു. ഷാൻ ജിയോ ചേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പോസ്റ്റ്. ചേട്ടൻ റെസിപ്പീസ് നല്ല വൃത്തിയായിട്ട് പറയുന്നു. ചില ചേച്ചിമാർ വീട്ടിലെ കഥയും അമ്മായിയമ്മയുടെ കാര്യങ്ങളും മൊത്തം പറഞ്ഞ് വെറുപ്പിച്ചിട്ടാണ് പാചകം ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇല്ല എന്നല്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തംബ്നെയിൽ ഇട്ടിട്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അതിനിപ്പോൾ എന്തോ ഒരു പോളിസി വന്നിട്ടുണ്ട്, തംബ്നെയിലും വീഡിയോയുമായിട്ട് ബന്ധമില്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഗുരുക്കന്മാർ പറയുന്നത് ഞാൻ കേട്ടു. ആക്ച്വലി അങ്ങനെ എന്തോ വന്നിട്ടുണ്ടെന്നും തോന്നുന്നു. മെറ്റയോട് ചോദിച്ചാൽ മതി. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുമായി ഞാൻ പറഞ്ഞു വന്നത്, ഇത് രണ്ടാണ്. ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കുക്കിംഗ് ചാനലാണ് എന്നുള്ള ബാനർ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഈ കഥ പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കത് വിമർശിക്കാം. ബട്ട് എല്ലാവരും അങ്ങനെയല്ല. ഈ ഡെയിലി വ്ലോഗ്സ് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ് ചെയ്യുക, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അതൊരു വേറൊരു ജാനറാണ്. അപ്പോൾ അതിൽ എൻ്റെ ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് എൻ്റെ ഈ കുക്കിംഗ് വരുന്നത് കൊണ്ട് അതിൽ ഞാൻ റെസിപ്പി പറയുന്നതാണ്. പിന്നെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. മെജോറിറ്റി ഓഫ് വുമൺ ലവ് ടു ടോക്ക്. എൻ്റെ ഒരു ഡേ എടുത്തു കഴിഞ്ഞാൽ തന്നെ 24 മണിക്കൂറിൽ ഞാൻ ആരുടെടുത്തെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നത് പഠിപ്പിക്കുന്നതല്ലാതെ വളരെ കുറച്ചായിരിക്കും. ഒരു 2 മണിക്കൂർ തികച്ചുണ്ടാകത്തില്ല. അപ്പോൾ അത് ചെയ്യാൻ കിട്ടുന്നൊരവസരം നമ്മൾ പാഴാക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഡെയിലി വ്ലോഗ്സിൽ അതിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ളത് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, ആരൊക്കെയോ കേൾക്കാനുണ്ടെന്നുള്ള മട്ടിൽ. ഈ ഒരു സൗണ്ടാണ് നമ്മളിവിടെ 24 മണിക്കൂറും കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കടലിൻ്റെ ഒച്ചയും പിന്നെ കാക്കയും കിളിയും ഒക്കെ കൂടെ. ഞാൻ കുക്കു സാറിനും നിലൂനും ഉള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ്. കുക്കു സാറിന് സ്കൂളിലേക്ക് വരുന്നില്ല. അവനെ കളർ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ വന്നിരിക്കുക, നമുക്ക് 11 മണിക്ക് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവന് ചമ്മൽ. എല്ലാവരും എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ വിചാരിക്കും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന്. അപ്പോൾ എന്തായാലും അപ്പനും മക്കളും ഇവിടെ ഒരുങ്ങി നിൽക്കും. ഞങ്ങൾ സ്കൂളിൽ നിന്ന് മമ്മിയും ഡാഡിയും ഞാനും സ്കൂളിൽ നിന്ന് ഒരു 11 o'clock ഇറങ്ങി ഇവിടെ വന്നവരെ പിക്ക് ചെയ്തുകൊണ്ട് പോകും. രാവിലെ എണീറ്റ് താഴത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ കുറച്ച് തുണി അലണ്ടതിരുന്നത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിരുന്നു, ബിന്നിലിട്ടു. മൊത്തത്തിൽ നാക്കുടക്കുവാണ്. എനിക്കാണെങ്കിൽ സ്കൂളിൽ ചെന്നാൽ കമ്പ്യൂട്ടർ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. ടീച്ചേഴ്സ് ബാക്കി എല്ലാം റെഡിയാക്കി, അവരുടെ കറക്ഷനൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഈ ആദ്യ കുർബാനയും ക്രിസ്മസും ഒക്കെ വന്നതുകൊണ്ട് എനിക്ക് പേപ്പർ കറക്ഷൻ നടക്കത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ രാവിലെ അവിടെ ചെന്നിരുന്ന് ആ പേപ്പേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത് ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. 11 o'clock വരെയുള്ള ടൈം അതിന് തികയും. തുണിയൊക്കെ തേച്ചും പിടിച്ചും വന്നപ്പോൾ ഞാൻ ലേറ്റ് ആയിരുന്നു കേട്ടോ. അമ്മ വായിൽ കുറച്ച് ബൂരിയും ഗ്രീൻ പീസും ഒക്കെ കുത്തിക്കയറ്റി തന്നു. ഒരു 2 ബൂരി എടുത്തിട്ടുണ്ടാവും തോന്നുന്നു. അതൊക്കെ വിഴുങ്ങിയിട്ട് ഞാൻ നേരെ സ്കൂളിലേക്ക് വന്നു. പ്രെയർ കഴിഞ്ഞ പാടെ തന്നെ ഞാൻ അങ്ങോട്ട് കറക്ഷൻ തുടങ്ങി. ഇതെല്ലാം ഓരോ ടീച്ചേഴ്സിനും ഓരോ ഡയറി ഉണ്ട്, അവരുടെ ഡയറിയിലേക്ക് എഴുതി വെക്കണം. എനിക്കിപ്പോൾ നേരെ ഇല്ലാത്തതുകൊണ്ട് പാവം ഞാനത് അവരുടെ തലയിലിട്ടു. ഞാൻ കറക്റ്റ് ചെയ്ത് വെക്കാൻ, നിങ്ങൾ നോക്കി എഴുതണേന്നും പറഞ്ഞിട്ട്. ദേ ആർ വെരി സപ്പോർട്ടീവ് കേട്ടോ. പക്ഷേ വന്നപ്പോൾ ഞാൻ ലാപ്ടോപ്പ് എടുക്കാൻ മറന്നു. എന്തെങ്കിലുമൊക്കെ മറക്കുമല്ലോ. അങ്ങനെ എന്ത് മറന്നാലും എനിക്കുള്ള ഫസ്റ്റ് ഓപ്ഷൻ മിനിയാൻ്റിയും കണ്ണമ്മൂനുമാണ്, അല്ലെങ്കിൽ മിനിയാൻ്റിയും ലൂക്കുട്ടനും. കട 10 മണിക്ക് തുറക്കാനായിട്ട് അവർ പോവും. അപ്പോൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരും. അങ്ങനെ മിനിയാൻ്റി സ്കൂളിലെ ലാപ്ടോപ്പ് കൊണ്ടു തന്നിട്ടാണ് ബൊട്ടീക്ക് തുറക്കാൻ പോയത്.
അങ്ങനെ 11 മണിയായപ്പോഴത്തേക്ക് പേപ്പർ കറക്ഷൻസ് ഒക്കെ ചെയ്ത് അവിടെ വെച്ചിട്ട് ഞാനും മമ്മിയും ഡാഡയും ഇറങ്ങി. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മണവാളന്മാർ 3 പേരും റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഒരാൾ ആദ്യമേ റെഡിയായി ഗേറ്റിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കുക്കു സാറും ആലനും ഇറങ്ങാൻ ഇത്തിരി ലേറ്റായി. കുക്കു മിക്കവാറും ഏതെങ്കിലും ഷൂവും തപ്പി ഇരുന്നതായിരിക്കും. കയ്യിലെ ബട്ടണൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതൊക്കെ പിന്നെ വണ്ടിയിലിരുന്നിട്ടാണ് കേട്ടോ ഇട്ടത്. ഞങ്ങളുടെ ജഡുഗുഡു റോഡിലൂടെ ഞങ്ങളിങ്ങനെ പോയി. ഇത് എന്താ പരിപാടി എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തോ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തോ ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങളങ്ങനെ ദേ ചേർച്ചിലെത്തി കേട്ടോ. 11 മണിക്കൊരു മാസുണ്ട്. മാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലഞ്ചിനായിട്ട് തങ്കശ്ശേരി ഡി ഫോർട്ടിലേക്ക് പോകുന്നത്. മാസ് കഴിഞ്ഞിറങ്ങിയ പാടെ 4 പേരും കൂടെ തിരിസ്റ്റാൻഡ് അളക്കലും മരത്തിൽ കയറലും പരിപാടികളും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ചേച്ചി ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, തിരിച്ച് ഓഫീസിലേക്ക് പോകണം. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് സ്കൂളിലേക്കും പോകും. കപ്പിൾസിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ആലൻ്റെ കസിൻ മീൻസ് ആലൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മകളാണ് മാലീൻ ആൻഡ് ഹസ്ബൻഡ് റോഡ്നി. അവരുടെ 25th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്ലോസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഒരു ചെറിയ ഫംഗ്ഷൻ. ഇവിടെ ഉണ്ടായിരുന്ന സ്വിങ്ങിലും സ്ലൈഡിലും ഒക്കെ കയറി ഇറങ്ങി ഷർട്ടൊക്കെ അഴുക്കാക്കിയിട്ട് ഞങ്ങൾ നേരെ 2nd ഫ്ലോറിലേക്ക് വന്നു. ഇവിടെയാണ് നമ്മുടെ ബാക്കി പരിപാടികൾ നടക്കുന്നത്. വന്ന ഉടനെ തന്നെ ഡെല്ലയും കുക്കുവും കൂടെ, ഡെല്ല അവനെ കൊണ്ട് വായിപ്പിക്കുന്നതാണ് കേട്ടോ. ഓരോ ഫുഡ് ഐറ്റംസിൻ്റെ പേരും അവനെ കൊണ്ട് വായിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നിലൂന് അവിടെ ഇവിടെയും കിടന്ന് കുറച്ച് ബലൂൺ കിട്ടിയതുകൊണ്ട് അതുമായിട്ട് നടക്കാൻ തുടങ്ങി. പാഷൻ ഫ്രൂട്ട് ജ്യൂസും പിന്നെ എന്തോ ഒരു മിൻറ്റ് ഫ്ലേവേർഡ് ജ്യൂസും ഉണ്ടായിരുന്നു. കുക്കു സാറ് സ്കൂളിൽ പോകാത്ത പോലെ തന്നെ ഡാർലിൻ ഡെല്ല ഇന്ന് പോയിട്ടില്ല കേട്ടോ. 2 പേരും ലീവാണ്. Today we gather to honor Rodney and Marlene as they celebrate 25 years of love, commitment and togetherness. അത് സെഡ്രിക് ചേട്ടനാണ്, ആലൻ്റെ കസിൻ, മാർലിൻ്റെ ബ്രദർ. പാതി പൂപ്പർ പൊട്ടാത്ത വീഡിയോ വൈറലാവത്തില്ലേ, അതുപോലൊരു വീഡിയോ പ്രതീക്ഷിച്ച് നിന്നതാണ് ഞാൻ. പക്ഷേ പൊട്ടി. സംഭവം കറക്റ്റായിരുന്നു, കറക്റ്റ് ടൈമിൽ തന്നെ പൊട്ടി. ഇതവരുടെ 2 കുട്ടികളാണ് കേട്ടോ. ആലപ്പപ്പ പൊട്ടിച്ച പടക്കം പൊട്ടിക്കാനായിട്ട് ഇവിടെ വേറൊരാളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്രയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്നൊന്നും പുറത്തേക്ക് വരുന്നില്ല. കേക്ക് വന്നപ്പോഴത്തേക്ക് അതിൽ നട്ട്സ് ഉള്ളതിൻ്റെയാണ് ഡെല്ലയുടെ മുഖത്തെ ആ ഭാവ വ്യത്യാസം കേട്ടോ. അല്ലെങ്കിൽ അത് കഴിച്ചേനെ, നട്ട്സ് ഉള്ളതുകൊണ്ട് അത് കഴിച്ചില്ല. ആ കാര്യത്തിൽ എൻ്റെ നീലുമ ഒഴിച്ച് ബാക്കി 3 എണ്ണവും കണക്കാണ്. കപ്പ് കേക്ക് മേടിച്ചാൽ പോലും അതിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അവർ കഴിക്കത്തില്ല. രാത്രിയിൽ അല്പം ചൂടൊക്കെ വന്ന് ഒരു പനിയൊക്കെ കഴിഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം ടെമ്പറേച്ചർ ഇല്ല. നിലു വന്നിരിക്കുന്നത് ഇൻട്രോവേർട്ടായ കെട്ടിയവൻ അവിടെ നിന്ന് എന്നെ വിളിക്കുന്നു ഡാൻസ് കളിക്കാനായിട്ട്. ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മാറി നിന്നതാണ്. എനിക്കറിയാം ഈ സാധനം വരത്തില്ല എന്ന്. എന്തായാലും ജില്ലെന്നും പറഞ്ഞ് നിൽക്കുന്നത് കണ്ട് ഞാനും ജോയിൻ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് മ്യൂസിക്കൽ ചെയറിനെ വിളിച്ചപ്പോൾ ആദ്യം വരുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കുക്കു സാറ് കേൾക്കേണ്ട താമസം ഓടിച്ചാടി ഒരു കസരയിൽ പോയി നിന്നു. കുക്കുവിനും ഗിഫ്റ്റ് കിട്ടി. കുക്കു എന്തിനാ ചെയറിൽ പോയി നിൽക്കുന്നതെന്ന് നോക്കിയിട്ടാണ് നിലവും പോയി അവിടെ നിൽക്കുന്നത്. അവനും കിട്ടി കേട്ടോ ഒരു ചോക്ലേറ്റ്സ്. ഇതിനും ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഡെല്ലിയും കുക്കും ഒക്കെ ആദ്യം തന്നെ ഔട്ടായി വന്നു കേട്ടോ. പിന്നെ ഡാരൽ ഒരാൾ നല്ല രീതിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ 3rd പ്ലേസ് ആയിപ്പോയി. അവിടെ വന്നപ്പോഴത്തേക്ക് അവന് മിസ്സായി. ഫുഡിൻ്റെ മെനു ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി, അപ്പം, ഫിഷ് മോളി, അങ്ങനെ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് ആയിരുന്നു. ഈ ജനീലെ പറയുന്ന പോലെ കമ്മിയാ സാപ്പിട് എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ഞാൻ കുറച്ച് നൂഡിൽസ് കഴിച്ചു. പിന്നെ നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞു അപ്പവും ഫിഷ് മോളിയാണ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് അതും കഴിച്ചു. ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് തിരിച്ച് സ്കൂളിലേക്ക്.
സ്കൂൾ വാൻ എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിലെത്തിയത്. അതുകൊണ്ട് തന്നെ അധികം നേരം പിന്നെ നിന്നില്ല, അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. നിലുവിന് ടെമ്പറേച്ചറും വരുന്നുണ്ടായിരുന്നു. വന്ന് നിലുവിന് മരുന്നും കൊടുത്ത് ഒരിത്തിരി പാലും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നല്ല രീതിക്ക് ഉറങ്ങി. ആ ഗ്യാപ്പിൽ ഞാനും കുക്കുവും എല്ലാവരും കിടന്നുറങ്ങി. ആലനും ഉറങ്ങി. എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇത്തിരി തലവേദനയൊക്കെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ബനാന ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മയില്ല, ബനാന ഫ്രിഡ്ജിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും പിന്നെ മടിച്ചിട്ട് ഞാൻ കുക്കുവിനെ പറഞ്ഞു വിട്ടു, പപ്പയോട് പോയി പറ പഴംപൊരി മേടിച്ചുകൊണ്ട് വരാനെന്ന്. അങ്ങനെ കുക്കു സാറ് പഴംപൊരി മേടിക്കാൻ പോയിട്ട് 2 പഴംപൊരിയും 2 ഗുണ്ടുമാണ് കിട്ടിയത്. ബോണ്ട അല്ല, ഗുണ്ട് ഇസ് ഡിഫറെൻറ്റ്. അത് നമ്മുടെ ഇവിടെ ഈ പഴവും മൈദയൊക്കെ കുഴച്ചുണ്ടാക്കുന്ന ഐറ്റമാണ് ഗുണ്ട്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബോണ്ട അല്ല കേട്ടോ, അത് വേറൊരു ഐറ്റമാണ്. അങ്ങനെ അതും കൊണ്ടുവന്നു. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് ഐറ്റം. ആലൻ അത്ര ഇഷ്ടമല്ല കേട്ടോ, പഴംപൊരി ഉള്ളിവടയൊക്കെ കഴിക്കും. ഈ സാധനം അങ്ങനെ കഴിക്കാറില്ല. ഞാൻ കഴിക്കും, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാനിത് കഴിക്കും. അപ്പം നമുക്കിനി ചായ കുടിച്ച് സൺസെറ്റൊക്കെ കണ്ടേച്ച് വരാം. പണ്ട് എനിക്ക് പനി വരുമ്പോൾ എനിക്ക് പഴംപൊരി കഴിക്കാൻ തോന്നുമായിരുന്നു. എന്നെയും കൊണ്ട് അമ്മ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ 2 പഴംപൊരിയൊക്കെ മേടിച്ച് കഴിക്കുമായിരുന്നു പനിക്ക് കാണിക്കാൻ പോകുമ്പോഴത്തേക്ക്. പനിയാകുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് തോന്നുന്നു. നിലു നല്ല രീതിക്ക് കഴിച്ചു. ആകെ ഒരെണ്ണേ കിട്ടിയുള്ളൂ, പക്ഷേ എപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ളത് കൊടുക്കുന്നത് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്, ഏത്തപ്പഴം. ഇപ്രാവശ്യം ആ തോലും എല്ലാം ചേർത്ത് നല്ല രീതിക്ക് കഴിച്ചു. ഇനി നമുക്ക് സൺസെറ്റ് കാണാം കേട്ടോ. ഞാനിത് കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല രീതിക്ക് മഴ വരുന്നുണ്ട്. എപ്പോൾ ഇങ്ങ് എത്തുമെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് നേരം ഈ ഹാമക്കിൽ കിടന്നിട്ട് ഞാനിപ്പോൾ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ, അതായത് അന്നത്തെ അതുവരെയുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്കുള്ള കഷ്ടപ്പാടാണിത്. ഇങ്ങനെ വന്ന് ഇങ്ങനെ പുഴു പോലെ നുളച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ അകത്ത് നിന്ന് താഴെ വീഴുന്നത് വരെ അവനിങ്ങനെ ചെയ്യും. അടങ്ങി ഇതിൻ്റെ അകത്ത് കിടക്കത്തതേ ഇല്ല. പിന്നെ രാവിലെ നമ്മൾ കണ്ടില്ലേ ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതും കൊണ്ടിട്ടുള്ള പ്രൊസഷൻ. അത് വൈകുന്നേരം ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ടയേർഡായിട്ട് സൺസെറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു റെസ്റ്റ് എടുക്കാനായിട്ട്. SN സ്കൂളിലെ ബസ്സാണ് കിടക്കുന്നത്. പിന്നെ ഈ ഒരു വീട് പോയത് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. ഇതിങ്ങനെ പാസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കുക്കു സാറ് വന്ന് വിളിക്കുന്നത്. അമ്മ ദാ അവനെ സത്യം ഞാനിങ്ങനെ കളിയാക്കല്ല കേട്ടോ. അവൻ പറഞ്ഞത് മിനിയൻസ് ഒരു വീടും കൊണ്ട് പോകുന്നതെന്നാണ്. അവരുടെ ഡ്രസ്സിൻ്റെ കളർ കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും സംഭവം എന്ന്. അങ്ങനെ ഞാൻ വന്ന് ആ കിട്ടിയ ഷൂട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു എന്ന് കാണാൻ, അമ്മ പറയുന്നത് കേട്ടു. പക്ഷെ എനിക്ക് മിസ്സായി, ആ ബാക്ക് സൈഡ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ അതെടുത്ത് വെച്ചു. ഡിന്നറിന് ആലന് ഞാൻ മുട്ട ചിക്കിയതും ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഡിഷ് തുറന്ന് നോക്കിയപ്പോൾ ഒരു 4-5 പൂരി എൻ്റെ തിരിപ്പുണ്ട്. കുക്കു സാറിന് കുറച്ച് ജാം തേച്ച് കൊടുക്കാമെങ്കിൽ അതവൻ കഴിച്ചോളും. കുറുമ തന്നെ ഇനി എടുത്താൽ അവന് വേണ്ടെന്ന് പറയും കേട്ടോ. രാവിലെ തന്നെ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അകത്ത് കുറേ വെജിറ്റബിൾസ് ആണല്ലോ, പോരാത്തതിന് പച്ചക്കളറും. എൻ്റെ മോൻ എന്നെ പോലെ പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസ് ഒന്നും അവന് ഇഷ്ടമല്ല. കറി പച്ച നിറത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് ഇത് അവിയലാണെന്നാണ്. ടേസ്റ്റ് കൊണ്ടല്ല കേട്ടോ, സത്യമായിട്ടും ടേസ്റ്റ് കൊണ്ടല്ല. ആ കളർ കണ്ടിട്ട് അവൻ പറയാം ഇതെനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ കഴിച്ചത്. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ ഒരു ചെറിയ പുരിച്ചു ഉണ്ടാക്കാം. മുട്ട ചിക്കിയതെന്ന് തനി മലയാളത്തിൽ പറയാം. എനിക്കുണ്ടല്ലോ കഞ്ഞി കുടിക്കാൻ തോന്നിയിട്ട്. ആക്ച്വലി കഞ്ഞി കുടിക്കാനുള്ള തോന്നൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ എന്നെ ലിജി ചേച്ചി ഒന്ന് വിളിച്ചിരുന്നു കേട്ടോ. ചേച്ചിയുടെ വീട് പണിയൊക്കെ ഒരുവിധമായി. അപ്പം കുറച്ച് വാൾപേപ്പറൊക്കെ ഒട്ടിക്കുന്നതിനെ പറ്റി ചോദിക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. ലിജി ചേച്ചീനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നമ്മുടെ കടലിൽ പോയിട്ട് കാണാതായ ചേട്ടൻ്റെ വൈഫ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ചേച്ചി ഇരുന്ന് പഴങ്കഞ്ഞി കുടിക്കുന്നു. അത് രാത്രി 7 മണിക്ക്. അപ്പോൾ എനിക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്കും തോന്നി പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. അങ്ങനെ ഇവിടെ ഇരുന്ന ചോറിൽ ഞാൻ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. മുട്ട ചിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ട് ഇത് നല്ലപോലെ വഴന്ന് വരുമ്പം ഇതിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഒരു 3 ചപ്പാത്തി അതിനായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കഞ്ഞി ഈ പച്ചമുളകും കടിച്ചു കൂട്ടി കുടിക്കാനായിരുന്നു എൻ്റെ ഒരു തീരുമാനം. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ലില്ലിയമ്മച്ചി കൊടുത്തു വിട്ടതാവണം പഴങ്കറി ഇരിപ്പുണ്ട്. കുറച്ച് പഴങ്കറി മീൻസ് തലേ ദിവസത്തെ കറി. ചിലപ്പോൾ ഒരു 2 ദിവസത്തെ പഴക്കമൊക്കെ കാണും. എന്നാലും ലില്ലിയമ്മച്ചി വയ്ക്കുന്ന കറികളൊക്കെ 2 ദിവസമായാലും 3 ദിവസമായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും പഴങ്കഞ്ഞിക്ക് കൂട്ട് കിട്ടിയിട്ടുണ്ട്. പൊടികളായിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി ചന്ന മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഗരം മസാല മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലിജി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ കടയിൽ കയറി മുട്ട മേടിച്ചത്. മുട്ടയും പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സിന് കൊടുക്കാൻ ലഡ്ഡുവും വേണമായിരുന്നു.
കവർ എൻ്റെ കയ്യിലോട്ട് തന്നത്. അമ്മ കവറിന് കൈ നീട്ടി, ഞാൻ അങ്ങോട്ട് കൊടുത്തു. പക്ഷേ അമ്മ മേടിച്ചില്ല. കവർ താഴെ വീണ് മുട്ട അങ്ങ് പൊട്ടിപ്പോയി. മുട്ട സെപ്പറേറ്റ് ഒരു പാക്കറ്റിൽ ഇരുന്നതുകൊണ്ട് പൊട്ടിയതിൻ്റെ 2 മുട്ട പൊട്ടിയില്ല, ബാക്കി 3 പൊട്ടി. അതുകൊണ്ടാണ് നമ്മൾ ആ ചെറിയ കപ്പിൻ്റെ അകത്ത് ഇരുന്നത് കേട്ടോ. അതൊഴിച്ചപ്പോൾ അതിൻ്റെ താഴെ 2 മുട്ടത്തോടും നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതങ്ങനെ ബീറ്റ് ചെയ്ത് ഒഴിച്ചതല്ല, സംഭവം ഇതായിരുന്നു. ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് ലഡു മേടിക്കാനും കൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഒരു പാക്കറ്റിൽ പച്ച ലഡു ഇരിക്കുന്നു. എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല, ലഡുവിന് പച്ച കളറ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പ് കേക്ക്സാണ് മേടിച്ചത്. നാളെ വെഡിങ് ആനിവേഴ്സറി ഇല്ലേ, അതായത് 31-ാം തീയതി. ഇത് 30-ാം തീയതിത്തെ വീഡിയോ ആണല്ലോ. അപ്പോൾ രാവിലെ സ്കൂളിൽ പോയിട്ട് അവർക്ക് കൊടുക്കണ്ടേ. പിന്നെ 1-ാം തീയതി നമുക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ 31st കട്ട് ചെയ്യുന്ന കേക്കോ ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുക്കൂസാറിന് പൂരി 3 ചൂടാക്കി അതിൽ ജാം തേച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പഴങ്കഞ്ഞി കുടിക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് പഴങ്കഞ്ഞി. അമ്മ ഇന്നുണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക് ഇവിടെ, അപ്പോൾ അമ്മ ഇത്തിരി ചോറ് വെച്ചായിരുന്നു. അതിൽ നല്ല തണുത്ത വെള്ളം ആഡ് ചെയ്ത് പഴങ്കഞ്ഞി ഉണ്ടാക്കി, പഴങ്കറി എടുത്തു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗ്ലഞ്ചും കുറേ കറി വാരിയും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളക് വിനാഗിരിയിൽ ഇട്ടത് ഇവിടെ ഇരിക്കുന്നു. അത് തീർക്കാമെന്ന് കരുതി അതും എല്ലാം കൂടെ തട്ടിയിട്ടു. ഗ്രാൻഡായിട്ടൊരു കഞ്ഞി കൂടി. ക്രിസ്മസ് കഴിഞ്ഞിട്ടും പുൽക്കൂടും ട്രീയോ ഒന്നും എടുക്കാത്തത് ജാനുവരിയിലെ ഫസ്റ്റ് സൺഡേ ഞങ്ങളുടെ പള്ളിയിൽ 3 രാജാക്കന്മാരുടെ പെരുന്നാളാണ്. അതായത് ജീസസ് ജനിച്ചു എന്നറിഞ്ഞിട്ട് ഒരു നോർത്തിലൊരു സ്റ്റാർ കണ്ടിട്ട് 3 രാജാക്കന്മാർ പുറപ്പെട്ട് എത്തിയത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ്, 7 ദിവസം മറ്റങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവരെത്തണം. ഇപ്പോൾ ഇത്രയും നാളും നമ്മുടെ പുൽക്കൂടിൻ്റെ വെളിയിലായിട്ടാണ് 3 രാജാക്കന്മാരെ നിർത്തുന്നത്. 3 രാജാക്കന്മാരുടെ പെരുന്നാളിൽ നിന്നാണ് ഇവരെ 3 പേരെയും നമ്മൾ പുൽക്കൂടിനകത്തേക്ക് ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുൽക്കൂടും ട്രീയോ ഒക്കെ എടുക്കത്തുള്ളൂ. ഡൈനിങ് ടേബിളിലുള്ളതൊക്കെ ഞാനങ്ങ് മാറ്റി കേട്ടോ. അത് കുറച്ച് ഇൻകൺവീനിയൻ്റ് ആയിരുന്നു നമുക്ക്. ആ വൈറ്റ് ഇത് വിരിച്ചിരിക്കുന്നതുകൊണ്ട് കറിയൊക്കെ തട്ടിപ്പോകുമെന്നുള്ള പേടി. പിന്നെ 2 പേർക്കും കുക്കൂന് ജലദോഷമുണ്ട്, നിലുവിന് ഇപ്പോൾ അത്യാവശ്യത്തിന് പനിയും ജലദോഷമൊക്കെ ഉണ്ടല്ലോ. 2 പേരെയും കൂടെ നെബുലൈസ് ചെയ്യിക്കാനായിട്ടുള്ള എൻ്റെ അലൻ്റെയും കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. അവൻ വെക്കത്തില്ല, കുക്കു വെച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. കുക്കൂന് ഇപ്പോൾ ഇത് ശീലമായി കേട്ടോ. അവന് പിന്നെ ആ മാസ്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവനിത് പിന്നെ ഞാൻ ഗണേശനാണ്. നിലു കാണുന്നൊരു വീഡിയോ ആണത്, അപ്പൂസ് ബിഗ് ഫ്രണ്ട് ഗണേശ എന്നും പറഞ്ഞ് കേരള ടൂറിസത്തിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിൽ ആനയായി എന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചൊക്കെ കാണിച്ചിട്ട് ഒരു വിധത്തിൽ സമ്മതിച്ചു അത് വെക്കാനായിട്ട്. വീഡിയോ ഓണാണെന്ന് കുക്കു അറിഞ്ഞില്ല കേട്ടോ. ഷർട്ടില്ലാതെ വീഡിയോയിൽ വരുന്നത് സാറിന് ഭയങ്കര മോശമാണ്. വീഡിയോ ഓണാണ്, പോയി ഓഫ് ചെയ്യാൻ പറഞ്ഞതിൻ്റെതാണ് ആ മുഖം. ചോറിൽ തണുത്ത വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ കുറച്ച് ചോറിൽ ചൂടുവെള്ളം ഒഴിച്ച് നിലുവിന് കഞ്ഞി കൊടുക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പരിപാടി അമൃതം കാച്ചലാണ്. എൻ്റെ ദാറ്റ് ഈസ് ഹൗ ഐ വൈൻഡ് അപ്പ് മൈ ഡേ. ഇതൊരു കുറച്ച് ലോങ് പ്രോസസ്സാണ്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.